നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിൽ കാഞ്ചിയാർ അഞ്ചുരുളി റോഡിനായി അനുവദിച്ച ഫണ്ട് ദുരുപയോഗം ചെയ്യാൻ ശ്രമിക്കുന്നുവെന്ന ആരോപണവുമായി പ്രദേശവാസികൾ രംഗത്ത്. MLA ഫണ്ടിൽ നിന്ന് 40 ലക്ഷം രൂപയാണ് റോഡിനായി അനുവദിച്ചിരിക്കുന്നത്. ഈ ഫണ്ട് ഉപയോഗിച്ച് അനാവശ്യ കോൺക്രീറ്റുകൾ നടത്തി ഫണ്ട് ഉപകാരപ്രദമല്ലാതാക്കാനാണ് കരാറുകാരുടെയും ഉദ്യോഗസ്ഥരുടെയും ശ്രമമെന്നാണ് ഉയരുന്ന പരാതി. നിരവധി പ്രതിഷേധങ്ങൾക്കൊടുവിലാണ് കാഞ്ചിയാർ അഞ്ചുരുളി റോഡിന് നവീകരണത്തിനുള്ള നടപടികൾ ആരംഭിച്ചത്. പാത തീർത്തും ദുർഘടമായതോടെ പ്രദേശവാസികൾ ഉൾപ്പെടെ പ്രത്യക്ഷ സമരവുമായി രംഗത്ത് വന്നിരുന്നു. തുടർന്ന് MLA ഫണ്ടിൽ നിന്നും റോഡിന്റെ നവീകരണത്തിനായി 40 ലക്ഷം രൂപ അനുവദിച്ചു. കക്കാട്ടുകട മുതൽ 3.5 കിലോമീറ്ററോളം ദൂരമാണ് റോഡിനുള്ളത്. ഈ റോഡ് പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ്. അനുവദിച്ച ഫണ്ട് ചെലവഴിച്ച് റോഡ് പൂർണ്ണമായും ടാർ ചെയ്യാൻ സാധിക്കില്ല. പ്രധാനപ്പെട്ട ഭാഗങ്ങളിൽ ടാർ ചെയ്ത് പാത ഗതാഗതയോഗ്യമാക്കേണ്ട സാഹചര്യത്തിലാണ് കരാറുകാരൻ അനാവശ്യ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തി ഫണ്ട് ചെലവഴിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. അതിന്റെ ഭാഗമായിട്ട് സത്യത്തിൽ കക്കാട്ടുകട മുതൽ അഞ്ചുരുളി വരെ കഷ്ടിച്ച് കട്ടർ നികത്തി മെയിൻ്റനൻസ് ചെയ്ത് റോഡ് നന്നാക്കാനുള്ള ഫണ്ടേ ഇതിനുള്ളൂ. ഇപ്പോൾ ഈ ചെയ്യുന്നത് അഞ്ചുരുളി മുതൽ കക്കാട്ടുകട വരെയുള്ള 3.5 കിലോമീറ്റർ ദൂരത്തിനുള്ളിൽ പല സ്ഥലത്തായിട്ടൊരു 100 മീറ്ററോളം കോൺക്രീറ്റ് നടത്തിയിട്ട് ഈ ഫണ്ട് മഹാഭൂരിപക്ഷം അതിനുവേണ്ടി ചെലവാക്കി ബാക്കി സ്ഥലം പണിയാതെ പോകുന്നൊരവസ്ഥയാണ് വരാൻ പോകുന്നത്. ഇവിടെ പാസിവളവിൽ നല്ല രീതിയിൽ കടന്നിരുന്ന ഒരു കോൺക്രീറ്റ് 2018 പ്രളയത്തിൽ പോലും ഒരു മിറ്റിൽ പോലും ഇളകാതിരുന്ന കോൺക്രീറ്റ് ഈ മഴ ആരംഭിച്ച ശേഷം റെഡ് അലർട്ട് മുന്നറിയിപ്പൊക്കെ കിട്ടിയ ശേഷം വന്ന് പൊളിച്ചു മാറ്റി. അന്ന് വെള്ളം ഒഴുകുന്നില്ലായിരുന്നു. പിന്നെ മഴ പെയ്ത ശേഷം വളരെ ശക്തി വെള്ളം വന്ന് ഇപ്പോൾ ഈ വഴി കോൺക്രീറ്റ് ഇല്ലാത്തതുകൊണ്ട് വഴി മുറിഞ്ഞു പോകുന്ന അവസ്ഥയാണുള്ളത്. ഇതുമൂലം ഒരു 20 കുടുംബങ്ങളോളം ഒറ്റപ്പെട്ടു പോകും വഴിയില്ലാതെ. അനുവദിച്ചു നോക്കിയ റോഡിന് തകർന്ന ഭാഗങ്ങൾ റീടാറിംഗ് നടത്താതെ ആവശ്യമില്ലാത്ത കോൺക്രീറ്റ് പണികൾ പുതുതായി എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്തി കോൺക്രീറ്റ് മാത്രം നടത്തി ഫണ്ട് ഇല്ലാതാക്കാനുള്ള തട്ടിപ്പാണ് നിലവിൽ നടക്കുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അതോടൊപ്പം മഴ ആരംഭിച്ച സാഹചര്യത്തിലാണ് നിർമ്മാണ പ്രവർത്തനവുമായി കരാറുകാരൻ എത്തിയിരിക്കുന്നത്. ഫാസി വളവ് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ കോൺക്രീറ്റ് ചെയ്യുന്നതിനായി മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് മണ്ണും പഴയ കോൺക്രീറ്റും നീക്കം ചെയ്തു. ഇത് ഇവിടെ ഉണ്ടായിരുന്ന കലിങ്കിലെ ബലക്ഷയം ഉണ്ടാകുന്നതിനും കാരണമായതായി നാട്ടുകാർ പറയുന്നു. മഴ ശക്തമായാൽ ഇതുവഴിയുള്ള യാത്ര പൂർണ്ണമായും തടസ്സപ്പെടുന്നതിനും കാരണമായേക്കാം. അതോടൊപ്പം മണ്ണിളകിയ ഭാഗത്ത് മണ്ണൊലിപ്പുണ്ടാക്കുകയും മേഖലയിലെ 20ഓളം കുടുംബങ്ങൾ ഒറ്റപ്പെടുന്ന സ്ഥിതിയിലേക്ക് എത്തുമെന്നും നാട്ടുകാർ പറയുന്നു. ഒരു രീതിയിലും ഇത് കോൺട്രാക്ടർ ആരാന്ന് അറിയത്തില്ല. ഇത് മണ്ണ് വിൽക്കാനാണോ കല്ല് വിൽക്കാനാണോ എന്നറിയത്തില്ല. ഇതുവരെ ചെയ്തിരിക്കുന്ന പരിപാടി ആർക്കും ഒന്നും അറിയത്തില്ല. പക്ഷെ ഒന്നുമല്ല, ഈ ഒരു മഴ സമയത്താണ്, മഴ തുടങ്ങിയപ്പോഴാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഇത് എൻ്റെ ഉദ്ദേശം എന്നാന്നറിയത്തില്ല. ഇത് കല്ല് വിൽപ്പനയാണോ മണ്ണ് വിൽപ്പനയാണോ? കുറച്ച് മണ്ണ് എടുത്ത് കൊണ്ടുപോയിട്ടുണ്ട്. നിലവിലെ റോഡ് കുത്തിപ്പൊളിച്ച് യാത്രായോഗ്യമല്ലാതാക്കിയതിന് കുറ്റക്കാരെ കണ്ടെത്തി നടപടി സ്വീകരിക്കണമെന്നും നാട്ടുകാർ പറയുന്നു. അതോടൊപ്പം അഞ്ചുരുളി കേന്ദ്രീകരിച്ച് ഏതു സമയത്തും ഫയർഫോഴ്സ് അടക്കം എത്തുന്നതാണ്. ഈ വഴിയാണ് കരാറുകാരൻ ദുർഘടമാക്കിയിരിക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. കോൺക്രീറ്റ് അടക്കമുള്ള പണികൾ ഇനി ചെയ്യണമെങ്കിൽ മഴ മാറേണ്ട സാഹചര്യമാണ്. ഇതിനായി ഇനി മാസങ്ങൾ കാത്തിരിക്കണം. ന്യൂസ് ബ്യൂറോ, കട്ടപ്പന.